നിങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് കൗമാര കാലഘട്ടത്തിൽ ആ പ്രായമുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്വന്തം മക്കൾക്ക് ഒരു പ്രണയമുണ്ടോ? ആ പ്രണയം ശരിക്കും തെറ്റായ രീതിയിലാണോ പോകുന്നത്, അതോ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണോ? ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. എന്തുകൊണ്ടാണ് ഇവർ ഈ പോകുന്നത്? വീട്ടിലെ എന്തെങ്കിലും പ്രശ്നമാണോ? വീട്ടിലെ കുറവുകളാണോ ഇവരെ ഇങ്ങനെയാക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അവരുടെ ഈ കൗമാര കാലഘട്ടം എന്ന് പറയുമ്പോൾ അതൊരു കുഞ്ഞതുമല്ല, ചെറിയ കുട്ടിയുമല്ല, വലിയവരുടെ കൂടെയും കളിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ഒരു 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 കാലഘട്ടമാണല്ലേ. ആ കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ആ സമയത്ത് വേണ്ട കെയർ അവന് കൊടുക്കണം. അവനെ നമ്മൾ കൂടെ നിർത്തണം. മോളെ നമ്മൾ വളരെയധികം സ്നേഹിക്കണം. ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ അയക്കുന്നത് പഠിക്കാനാണ്, അതിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസുകൾ അവരെ അലട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്തെങ്കിലും കാരണവശാൽ കുട്ടി പ്രണയത്തിൽ പെട്ടുപോയി അതിൽ നിന്ന് മുക്തനാവാൻ പറ്റുന്നില്ല, ഒരു ടീനേജ് കാലഘട്ടം ഒക്കെ ആയി ഇങ്ങനെ വരുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് ഇന്നവാണ് പ്രണയം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് അല്ലെ, മാതാപിതാക്കൾ പറയുന്നത് കേട്ടാൽ നിന്നെ ഞങ്ങൾ എക്കാലവും പ്രൊട്ടക്റ്റ് ചെയ്യും, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, ഞങ്ങൾ പറയുന്ന ഒരു വിവാഹമാണ് കഴിക്കുന്നതെങ്കിൽ എപ്പോഴും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നീ ഇതിൻ്റെയൊക്കെ പരിണതഫലം അനുഭവിക്കുമെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടിക്ക് തിങ്കിങ് സ്കിൽസ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് തിങ്ക് ചെയ്യണം. അവന് മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണത്. അതുപോലെ കുട്ടി രാവിലെ നമ്മൾ കുഞ്ഞുകാലം തൊട്ട് എണീക്കുമ്പോൾ അവന് വേണ്ട ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. ഒരു ഉത്തരവാദിത്തമില്ലാത്ത കുട്ടിയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത്. കുട്ടിയെ ബെഡ് മേക്കിംഗ് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത്യാവശ്യം ചെറിയ ചെറിയ പ്രായത്തിൽ, ഓരോ പ്രായത്തിലും ചെയ്യേണ്ട വീട്ടിലെ ജോലികൾ നമുക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ സാമ്പത്തികം അവനെ കൊണ്ടും ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് കൈകാര്യം ചെയ്യിപ്പിക്കാം, ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അവനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികൾ അതിൻ്റേതായ രീതിയിൽ അത് കാണുകയുള്ളൂ. എനിക്ക് എത്രമാത്രം പൈസയുണ്ട്, എനിക്ക് എത്രമാത്രം ചിലവാക്കാം, ഈ തരുന്നതൊക്കെ മൊത്തം ചിലവാക്കാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരിക്കലും കൗമാരദശയിലുള്ള കുട്ടികളെ നമ്മൾ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ അധിക സമയം ഇരിക്കാനായിട്ട് അവരെ അനുവദിക്കരുത്. അവരെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവരോട് നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് വിജയിച്ച നല്ല ആൾക്കാരുടെ കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതോ നിനക്ക് ഈ റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് ആടിയും പാടിയും ചാടിയും നടന്നാൽ മതിയോ, നിൻ്റെ ജീവിതം സെറ്റിൽ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനേക്കാളെല്ലാം പ്രത്യേകതയാണ്, നമ്മുടെ പൊന്നാണ്, നമ്മുടെ സ്വത്താണ്, നമ്മുടെ എല്ലാമാണ് നമ്മുടെ മക്കൾ. ദൈവം ഭൂമിയിലേക്ക് വിരിച്ച പൂക്കളാണ്. അതുകൊണ്ട് അവരെ നമ്മൾ വേണ്ട വിധത്തിൽ കെയർ ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേൽ ഉണ്ടാവണം. ഒരു നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം. അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിരിക്കണം. അമ്മ അച്ഛൻ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തണം. അവർക്ക് അത്താഴമെങ്കിലും ഒന്നിച്ചാവട്ടെ നിങ്ങളുടെ മേശപ്പുറം വൈകുന്നേരം. എല്ലാവരും ഒന്നിച്ച് ഓരോ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ അവനും കൂടെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളിലൊക്കെ അവനെ അല്ലെങ്കിൽ അവളെ കൂടെ ഉൾപ്പെടുത്തുക. ഒരിക്കലും മാറ്റി നിർത്താതിരിക്കുക. നമ്മളുടെ ഒരു അഭാവം നമ്മുടെ ഒരു പ്രസൻസ് കൊണ്ടായിരിക്കരുത് നമ്മുടെ കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? കൂടുതൽ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ്, അഥവാ നിങ്ങളുടെ കുട്ടി ഒരു പ്രണയത്തിൽ പെടുന്നതിന് മുൻപ് അവൻ കാണിക്കുന്ന ചാബല്യങ്ങൾ, പ്രണയിച്ച ശേഷം അവൻ കാണിക്കുന്ന ചാബല്യങ്ങൾ, ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി അറിയാൻ നമുക്ക് അവനിൽ നിന്ന് തന്നെ നമുക്കതൊക്കെ തിരിച്ചറിയാം, അവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്. ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ വെൽത്താണ്, നാളേക്കുള്ള നമ്മുടെ വെൽത്താണ്, നമ്മുടെ ബാക്കിയാണ്. നമ്മുടെ ജീവിതം തീരുന്നില്ല, അത് നമ്മുടെ മക്കളിലൂടെ തുടരുന്നു. അത് മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. ഓക്കെ.